US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ജയിലിലടയ്ക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. ഗാസയിലേക്ക് സഹായവുമായി പോയ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലേക്കെതിരായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കൊളംബിയൻ പ്രസിഡന്റിൻ്റെ ആവശ്യം. ഇസ്രായേലിൻ്റെ വംശഹത്യയ്ക്ക് US കൂട്ടുനിൽക്കുകയാണ്. അതിനാൽ ട്രംപിനെ എത്രയും വേഗം ജയിലിലടയ്ക്കണമെന്നാണ് ഗുസ്താവോ പെട്രോ പറയുന്നത്. ഫ്ലോട്ടിലയിൽ തടവിലാക്കപ്പെട്ടവരിൽ 2 കൊളംബിയൻ ആക്ടിവിസ്റ്റുകളുമുണ്ട്. മാനുവേല ബെഡോയ, ലൂണ ബാരറ്റോ എന്നീ കൊളംബിയൻ ആക്ടിവിസ്റ്റുകളെയാണ് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തത്. സുമൂദ് ഫ്ലോട്ടിലയിലുള്ളവരെ തടവിലാക്കിയതിലൂടെ നെതന്യാഹു മറ്റൊരു അന്താരാഷ്ട്ര കുറ്റകൃത്യം കൂടി ചെയ്തിരിക്കുകയാണെന്നും കൊളംബിയൻ പ്രസിഡന്റ് ആരോപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വംശഹത്യയിൽ പങ്കാളിയാണ്. അതിനാൽ ട്രംപ് അർഹിക്കുന്നത് ജയിലാണ്. ഗാസയിൽ തുടരുന്ന വംശഹത്യക്കെതിരെ USനും ഇസ്രായേലിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വഴി കൊളംബിയ നിയമ നടപടി സ്വീകരിക്കും. ഇസ്രായേലിനെതിരെ കൊളംബിയൻ വിദേശകാര്യ മന്ത്രാലയം കേസുകൾ ഫയൽ ചെയ്യുമെന്നും കൊളംബിയൻ പ്രസിഡന്റ് പറഞ്ഞു. കൊളംബിയയെ പിന്തുണയ്ക്കാൻ അന്താരാഷ്ട്ര അഭിഭാഷകരോട് ഗുസ്താവോ പെട്രോ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ സുമൂദ് ഫ്ലോട്ടിലകളെ ഇസ്രായേൽ തടഞ്ഞിരുന്നു. അതിലെ ആക്ടിവിസ്റ്റുകളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. 37 രാജ്യങ്ങളിൽ നിന്നുള്ള 201-ലധികം ആളുകളെ വഹിച്ചുകൊണ്ട് ഗാസയിലേക്ക് യാത്ര തിരിച്ച 13 ബോട്ടുകളെയാണ് ഇസ്രായേൽ പിടിച്ചെടുത്തത്. അതിനിടെ ഗാസ സിറ്റിയെ ഇസ്രായേൽ പ്രതിരോധ സേന വളഞ്ഞതായി റിപ്പോർട്ട്. നഗരത്തിൽ താമസിക്കുന്നവർക്ക് പ്രദേശം വിട്ടുപോകാൻ ഇസ്രായേൽ അന്ത്യശാസനം നൽകി. ഗാസ സിറ്റിയിൽ താമസിക്കുന്നവർ തെക്കൻ പ്രദേശത്തേക്ക് പോകണമെന്നാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശം പാലിക്കാത്തവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഗാസ സിറ്റിയിൽ ഇസ്രായേലിൻ്റെ ഉപരോധം കൂടുതൽ ശക്തമാക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. തെക്കൻ ഗാസയിൽ താമസിക്കുന്നവർക്ക് വടക്കൻ ഗാസയിലേക്ക് പ്രവേശിക്കാനുള്ള അവസാനത്തെ വഴിയും IDF അടച്ചു. അൽ റഷീദ് സ്ട്രീറ്റിലൂടെയുള്ള റോഡാണ് അടച്ചത്. ഗാസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 19 പേരാണ് കൊല്ലപ്പെട്ടത്.